ക്ലാസ് റൂം എൻവിറോൺമെൻറ്റിലുള്ള കുട്ടിയുടെ ബിഹേവിയർ, ഈ ഏരിയാസൊക്കെ ആക്ച്വലി നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യമല്ലേ? ഈ കൺസേൺസിനെ കുറിച്ചൊക്കെ നമ്മൾ ആക്ച്വലി സംസാരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? അതെ, തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഒരുപാട് കൺസേൺസ് ഉണ്ട്. അതിൽ ആദ്യം തന്നെ പാരൻസിൻ്റെ കൺസേൺസ് വെച്ചിട്ട് തുടങ്ങാം. പാരൻസ് ഒട്ടുമിക്ക അവരുടെ മെയിൻ കൺസേൺസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് അവർ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കും, അതുകൂടാതെ ട്യൂഷനും വിടും. എന്നിട്ട് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടും പഠിച്ച കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പിറ്റേന്ന് അവർക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവാം, അത് ഓറലാവാം റിട്ടേൺ ആവാം, ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ പറ്റാണ്ട് കുട്ടികൾ സ്റ്റക്ക് ആവുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പാരൻസും ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. എന്ത് ചെയ്യും, എന്തുകൊണ്ടാണ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ ഓർമ്മയിൽ നിൽക്കാത്തത്, ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്.